രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യം നിഷേധിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. SIT രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വാദം കേൾക്കും. രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും മതിയായ തെളിവുണ്ടെന്നുമാണ് പോലീസിന്റെ വാദം. അലി അക്ബർ ഷായുണ്ട് വിവരങ്ങൾ നൽകാൻ. അലി, ഗുഡ് മോർണിംഗ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇതിൽപ്പോൾ ഇന്ന് എപ്പോഴായിരിക്കും ഹർജി പരിഗണിക്കുക? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ഹരിപ്രിയ ആൻഡ് ശ്രുതി. ഈ പറഞ്ഞതുപോലെ ഇന്ന് രാഹുലിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. നേരത്തെ രാഹുലിന്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ അപ്പീലാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതേസമയം SIT രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസ് നമുക്കറിയാം. ആ കേസുമായി ബന്ധപ്പെട്ട വാദം ഇന്ന് ബെച്ചു കുര്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് കേൾക്കും. എന്തായാലും രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ ഉറച്ച നിലപാട്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളണം, ജാമ്യം നൽകരുത് എന്ന വാദം പ്രോസിക്യൂഷൻ സ്വാഭാവികമായും അറിയിക്കും. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. എന്തായാലും രാവിലെ തന്നെ ഈ കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ച ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ അപ്പോൾ ഇന്ന് കോടതി പരിഗണിക്കുമ്പോൾ ഈ ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട്, അതായത് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ആദ്യ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുകയും ചെയ്യും. ഇപ്പോൾ നിലവിൽ സെഷൻസ് കോടതി തള്ളിയ ജാമ്യാപേക്ഷയിൽ രാഹുൽ നൽകുന്ന അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട രാഹുൽ ഇത്തവണ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് വീണ്ടും സജീവമായി രംഗത്തിറങ്ങുന്നതും നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്താൻ രാഹുൽ തയ്യാറാകുന്നില്ല എങ്കിലും സജീവമായി കോൺഗ്രസിന്റെ പ്രവർത്തകരും UDFന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ രാഹുലിന്റെ അടുത്തെത്തുന്നതും രാഹുലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം രാഹുലിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. രാഹുലിനെതിരായ ഈ കേസുമായി ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കും. സെഷൻസ് കോടതി തള്ളിയ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് രാഹുൽ സമർപ്പിച്ച അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. അലി അക്ബർ ഷാണ് വിശദാംശങ്ങൾ നൽകിയത്.